ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യസ് ലേണിംഗ്. അപ്പോൾ നമ്മുടെ ക്യുക്ക് റിവിഷൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് കീ ഈസ് യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ കീ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്? കൺട്രോൾ കീ. വിച്ച് കീ ഈസ് യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ കീ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്? കൺട്രോൾ കീ. Resolution of laser printer is specified in terms of DPI, dots per inch. Resolution of laser printer is specified in terms of DPI. Joystick is primarily used for computer gaming. Joystick is primarily used for computer gaming. Dot matrix is a type of printer. Dot matrix is a type of printer. Which storage is mounted on reels? Magnetic tape. Which storage is mounted on reels? Magnetic tape. The smallest controllable element of a picture represented on a screen is known as pixel. The smallest controllable element of a picture represented on a screen is known as pixel. Capability of a sensor to observe the smallest object clearly is called as resolution. Capability of a sensor to observe the smallest object clearly is called as resolution. The activity of creating sectors and tracks on a hard disk. Formatting. എന്താണ്? The activity of creating sectors and tracks on a hard disk. Formatting. The main circuit board of a system unit. Motherboard. The main circuit board of the system unit. മദർബോർഡ്. ആപ്പിൾ കമ്പ്യൂട്ടറിലെ ആദ്യ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിസികാൽക്. ആപ്പിൾ കമ്പ്യൂട്ടറിലെ ആദ്യ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് വിസികാൽക്. അനേകം വർക്ക്ഷീറ്റുകളുടെ സമാഹാരമാണ് വർക്ക് ബുക്ക്. അനേകം വർക്ക്ഷീറ്റുകളുടെ സമാഹാരമാണ് വർക്ക് ബുക്ക്. ജാലകങ്ങളും മൗസും ഐക്കണുകളും ഉപയോഗിക്കാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഡോസ്. ജാലകങ്ങളും മൗസും ഐക്കണുകളും ഉപയോഗിക്കാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡോസ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങളുടെ കൂട്ടമാണ് പ്രോഗ്രാം. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങളുടെ കൂട്ടമാണ് പ്രോഗ്രാം. പ്രവർത്തന സജ്ജമായ കമ്പ്യൂട്ടർ സ്ക്രീൻ ദൃശ്യത്തിന് പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ്. 0 മുതൽ 9 വരെയുള്ള കീകളാണ് ന്യൂമറിക് കീ. ആവശ്യമില്ലാത്ത ഫയലുകൾ ഇടാൻ ലിനക്സിലുള്ള ഫോൾഡറാണ് ട്രാഷ്. ആവശ്യമില്ലാത്ത ഫയലുകൾ ഇടാൻ ലിനക്സിലുള്ള ഫോൾഡറാണ് ട്രാഷ്. മറ്റൊരു കമ്പ്യൂട്ടറിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറിന് പറയുന്നതാണ് സ്ലേവ് കമ്പ്യൂട്ടർ. മറ്റൊരു കമ്പ്യൂട്ടറിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറാണ് സ്ലേവ് കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ ശബ്ദവും കാഴ്ചയും പതിപ്പിക്കാനുള്ള സംവിധാനമാണ് മൾട്ടിമീഡിയ. ഡോസ് പ്രവർത്തിക്കുന്നത് ഒരു കൂട്ടം ഡാഷിൻ്റെ ഉപയോഗം കൊണ്ടാണ്. എന്താണ്? കമാൻഡാണ്. ഡോസ് പ്രവർത്തിക്കുന്നത് ഒരു കൂട്ടം കമാൻഡ് ഉപയോഗിച്ചാണ്. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ അയക്കുവാനും സ്വീകരിക്കാനും കഴിയുന്ന വേഗതയ്ക്ക് പറയുന്ന പേരാണ് ട്രാൻസ്മിഷൻ സ്പീഡ്. ട്രാൻസ്മിഷൻ സ്പീഡ്. C++ൽ എത്ര തരം കീവേഡ്സ് ഉണ്ട്? 60. C++ൽ എത്ര തരം കീവേഡ്സ് ഉണ്ട്? 60. അക്രോബാറ്റ് റീഡർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? PDF ഫയൽ തുറക്കാൻ. അക്രോബാറ്റ് റീഡർ ഉപയോഗിക്കുന്നത് PDF ഫയൽ തുറക്കാൻ. പ്രോഗ്രാം കണ്ടുപിടിച്ചത് ജോസഫ് ജെക് വാറൻ. പ്രോഗ്രാം കണ്ടുപിടിച്ചത് ജോസഫ് ജെക് വാറൻ. ബൂട്ടിങ്ങിന് ആവശ്യമായ വിവരങ്ങൾ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ബയോസിൽ. ബൂട്ടിങ്ങിന് ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ബയോസിൽ. ഡോസിൽ ഒരു ഫയൽ നിർമ്മിക്കുവാൻ ആവശ്യമായ നിർദ്ദേശം അഥവാ കമാൻഡ് എന്താണ്? കോപ്പികോൺ. ഡോസിൽ ഒരു ഫയൽ നിർമ്മിക്കുവാൻ ആവശ്യമായ നിർദ്ദേശമാണ് കോപ്പികോൺ. ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ് ഇതൊക്കെ ഏത് തരം മെമ്മറിയാണ്? സെക്കൻഡറി മെമ്മറിയാണ്. ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ് ഒക്കെ സെക്കൻഡറി മെമ്മറിയാണ്. ഷട്ട് ഡൗൺ ചെയ്ത ഒരു കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാകുന്ന പ്രക്രിയയാണ് കോൾഡ് ബൂട്ടിംഗ്. ഷട്ട് ഡൗൺ ചെയ്ത ഒരു കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാകുന്ന പ്രക്രിയയാണ് കോൾഡ് ബൂട്ടിംഗ്. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് വാം ബൂട്ടിംഗ്.
അപ്പോൾ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാകുന്ന പ്രക്രിയ കോൾഡ് ബൂട്ടിംഗ് ആണ്. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് വാം ബൂട്ടിംഗ്. പ്രോസസ്സ് ചെയ്ത ഡേറ്റയ്ക്ക് പറയുന്ന പേരാണ് ഇൻഫർമേഷൻ. പ്രോസസ്സ് ചെയ്ത ഡേറ്റയ്ക്ക് പറയുന്ന പേരെന്താണ്? ഇൻഫർമേഷൻ. ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കുന്ന പ്രക്രിയയാണ് ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കുന്ന പ്രക്രിയയാണ് ഡേറ്റ പ്രോസസ്സിംഗ്. റാം ഏത് തരം മെമ്മറിയാണ്? വോളറ്റൈൽ മെമ്മറിയാണ്. റാം വോളറ്റൈൽ മെമ്മറിയാണ്. റാം റിഫ്രഷ് ആകുന്നത് എത്ര സെക്കൻഡുകൾക്കിടയിലാണ്? 4 മൈക്രോ സെക്കൻഡുകൾക്കിടയിലാണ്. റാം റിഫ്രഷ് ആകുന്നത് എത്ര സെക്കൻഡുകൾക്കിടയിലാണ്? 4 മൈക്രോ സെക്കൻഡുകൾക്കിടയിലാണ്. റോം ഏത് തരം മെമ്മറിയാണ്? നോൺ വോളറ്റൈൽ. റോം ഏത് തരം മെമ്മറിയാണ്? നോൺ വോളറ്റൈൽ. ഡേറ്റയെ മെയിൻ മെമ്മറിയിൽ നിന്ന് ക്യാഷ് മെമ്മറിയിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് മാപ്പിംഗ്. ഡേറ്റയെ മെയിൻ മെമ്മറിയിൽ നിന്ന് ക്യാഷ് മെമ്മറിയിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് മാപ്പിംഗ്. എക്സ്റ്റേണൽ മെമ്മറി എന്നറിയപ്പെടുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. എക്സ്റ്റേണൽ മെമ്മറി എന്നറിയപ്പെടുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന മെമ്മറി റാം. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന മെമ്മറി റാം. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ നഷ്ടമാകാത്ത മെമ്മറി റോം. അപ്പോൾ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന മെമ്മറി റാമും നഷ്ടമാകാത്ത മെമ്മറി ഉള്ളത് എന്താണ്? റോം. ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് കൈമാറാൻ ഉപയോഗിക്കുന്ന ബസ് ഏതാണ്? അഡ്രസ് ബസ്. ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് കൈമാറാൻ ഉപയോഗിക്കുന്ന ബസ്സാണ് അഡ്രസ് ബസ്. വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ബസ്സാണ് ഡേറ്റാ ബസ്. അപ്പോൾ അഡ്രസ്സ് കൈമാറാൻ ഉപയോഗിക്കുന്നത് അഡ്രസ് ബസ്സാണ്. വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്നത് ഡേറ്റാ ബസ്സാണ്. ഇനി കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ബസ്സാണ് കൺട്രോൾ ബസ്. CPU-നെയും റാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സിസ്റ്റം ബസ്സാണ്. CPU-നെയും റാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? സിസ്റ്റം ബസ്സാണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ലോജിക്കൽ സ്റ്റെപ്പാണ് അൽഗോരിതം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ലോജിക്കൽ സ്റ്റെപ്പാണ് അൽഗോരിതം. അൽഗോരിതത്തിൻ്റെ പിക്ചോറിയൽ അവതരണമാണ് ഫ്ലോ ചാർട്ട്. അൽഗോരിതത്തിൻ്റെ പിക്ചോറിയൽ അവതരണമാണ് ഫ്ലോ ചാർട്ട്. വേഡ് പ്രോസസ്സിംഗ് ചെയ്യാനായി ഉപയോഗിക്കുന്ന MS ഓഫീസിലെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഏതാണ്? മൈക്രോസോഫ്റ്റ് വേഡ്. കമ്പ്യൂട്ടറിൽ അവതരണത്തിന് ഉപയോഗിക്കുന്ന MS ഓഫീസ് ആപ്ലിക്കേഷനാണ് പവർ പോയിൻ്റ്. ഡേറ്റാബേസായി ഉപയോഗിക്കുന്ന MS ഓഫീസിലെ ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് ആക്സസ്. ഡേറ്റാബേസായി ഉപയോഗിക്കുന്ന MS ഓഫീസിലെ ആപ്ലിക്കേഷൻ ഏതാണ്? മൈക്രോസോഫ്റ്റ് ആക്സസ്. പ്രത്യേക ആവശ്യത്തിനായി വികസിപ്പിച്ച പ്രോഗ്രാമുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്.